തിളക്കമില്ലാത്ത ജയം നേടി ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ മുന്നണി വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ വിജയം നുകരാൻ കഴിയാത്ത പ്രമുഖർ ഏറെയാണ്. അതിൽ മുൻ കേന്ദ്രമന്ത്രിമാരും മുതിർന്ന നേതാക്കളും ഉൾപ്പെടും. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളും പരാജിതരുടെ പട്ടികയിൽ ഇടം പിടിച്ചു. IPS രാജിവെച്ച ശേഷം തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ അധ്യക്ഷനായി മാറിയ കെ അണ്ണാമലൈ കോയമ്പത്തൂരിൽ തോറ്റത് 1.5 ലക്ഷം വോട്ടുകൾക്കാണ്. തമിഴ്നാട്ടിലെ മറ്റൊരു പ്രമുഖ നേതാവ് പൊൻ രാധാകൃഷ്ണൻ കന്യാകുമാരിയിൽ തോറ്റത് 1,32,000 വോട്ടുകൾക്കാണ്. മുൻ തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദര്യരാജൻ 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ചെന്നൈ സൗത്തിൽ പരാജയപ്പെട്ടു. കേന്ദ്രമന്ത്രി ഡോക്ടർ മുരുകൻ നീലഗിരിയിൽ പരാജയപ്പെട്ടത് 2.25 ലക്ഷം വോട്ടുകൾക്കാണ്. മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിന്നും മത്സരിച്ച നടി നവനീത് കൗർ റാണ പരാജയത്തിന്റെ രുചിയറിഞ്ഞു. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ നിന്നും മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ മനേക ഗാന്ധി പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനിക്ക് ഇത്തവണ അമേഠിയിൽ കാലിടറി. 1.5 ലക്ഷത്തിലേറെ വോട്ടിനാണ് സ്മൃതി ഇറാനി അമേഠിയിൽ പരാജയപ്പെട്ടത്. ലഖീംപൂർ ഖേരിയിൽ അജയ് മിശ്ര പരാജയപ്പെട്ടു. കശ്മീരിലെ ബരാമുള്ളയിൽ നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. ഝാർഖണ്ഡ് ഖുന്തിയിൽ നിന്നും മത്സരിച്ച കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടെ വലിയ മാർജിനിൽ പരാജയപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. 1,40,000 വോട്ടുകൾക്കാണ് അർജുൻ മുണ്ടെ തോറ്റത്. ഹൈദരാബാദിൽ നിന്നുള്ള വിവാദ സ്ഥാനാർത്ഥി മാധവിലത 3.5 ലക്ഷത്തിലേറെ വോട്ടിനാണ് പരാജയപ്പെട്ടത്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ ആദ്യം ജയിക്കുമെന്ന തോന്നൽ ജനിപ്പിച്ചെങ്കിലും പിന്നീട് ശശി തരൂരിന് മുന്നിൽ അടിയറവ് പറഞ്ഞു. ആറ്റിങ്ങലിൽ നിന്നും ലോക്സഭയിലെത്താമെന്ന ആഗ്രഹവുമായി എത്തിയ വി മുരളീധരനും ബി.ജെ.പിക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാൻ സാധിച്ചില്ല. കോൺഗ്രസിലെ മുതിർന്ന നേതാവ് എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്കും വിജയിക്കാൻ സാധിച്ചില്ല. കേരളത്തിൽ ബി.ജെ.പിക്ക് ഒരു സീറ്റ് ലഭിച്ചുവെങ്കിലും ആ നേട്ടം തന്റെ പേരിലാക്കാൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് കഴിഞ്ഞില്ല. കോൺഗ്രസിലും വൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ നിരവധി പ്രമുഖ നേതാക്കളുണ്ട്. രാജ് ബബ്ബാർ, കനയ്യകുമാർ, ഭൂപേഷ് ബാഗൽ, ദിഗ്വിജയ് സിംഗ്, അധീർ രഞ്ജൻ ചൌധരി തുടങ്ങി നിരവധി പേർ പരാജയത്തിന്റെ രുചിയറിഞ്ഞു. ഹിമാചൽ പ്രദേശിലെ മണ്ഡി മണ്ഡലത്തിൽ മന്ത്രി വിക്രമാദിത്യ സിംഗ് 3.25 ലക്ഷം വോട്ടുകൾക്കാണ് കങ്കണ റണൌത്തിനോട് പരാജയപ്പെട്ടത്. കോൺഗ്രസ് തെലങ്കാന സംസ്ഥാന അധ്യക്ഷയായ YS ശർമിള കടപ്പയിൽ പരാജയപ്പെട്ടത് അപ്രതീക്ഷിതമായിരുന്നു. ലൈംഗികാരോപണ വിധേയനായ JDS സിറ്റിംഗ് MP പ്രജ്വൽ രേവണ്ണ 42,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ദില്ലിയിൽ സോംനാഥ് ഭാരതി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. PJ അരുൺ, കൈരളി ന്യൂസ്.